ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ അനീഷേട്ടൻ്റെ ലൈവ് കണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സ്നേഹിച്ച അല്ലെങ്കിൽ വോട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും എല്ലാ മനുഷ്യന്മാർക്കും അദ്ദേഹം താങ്ക്സ് പറയുന്നു, സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ലൈവിലുണ്ടായിരുന്നു. ലൈവ് സ്ട്രീം 45 മിനിറ്റ് മുമ്പ് കഴിഞ്ഞു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ലൈവിൽ. ഇനി അത് ഏറ്റവും അടുത്തൊരു ദിവസം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എല്ലാ നന്മകളും നമ്മൾ നേരെയാണ്. എല്ലാ ഭാവങ്ങളും ഭാവി ജീവിതത്തിൽ എല്ലാ നന്മകളും എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ പുതിയ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഓരോരുത്തരും അദ്ദേഹത്തിനെ ആവശ്യമില്ലാത്ത ഡീഗ്രേഡിങ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അഞ്ജന നമ്പ്യാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ലൈൻ കെട്ട്. ആ ഇൻ്റർവ്യൂവിലെ പല ഭാഗങ്ങളും അടർത്തിയെടുത്ത് അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനാണെന്നും അദ്ദേഹം മറ്റേണിറ്റി ലീവ് വേണ്ട എന്ന് വാദിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തില്ല. 6 മാസത്തെ സ്ത്രീകൾക്ക് മറ്റേണിറ്റി ലീവ് അനുവദിക്കുമ്പോൾ അതിപ്പം ഹൗസിലൊന്നും അത് പറഞ്ഞിട്ടില്ല. അഞ്ജനയുമായിട്ട് നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അനീഷ് ഹൗസിനുള്ളിൽ ചെയ്തതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അദ്ദേഹം സ്ത്രീവിരുദ്ധനായിട്ട് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അത് മേ ബി ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഹൗസിനുള്ളിൽ ഇത്രമാത്രം സ്ത്രീകളെ ബഹുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തികളും അവിടെയില്ല. സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുകയും അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കുകയും അവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങൾ വരുവാണെങ്കിൽ, ഒരു മാസം തോറുള്ള ഒരു പീരീഡ്സ് വരുവാണെങ്കിലും അവർക്ക് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുകയും വയ്യെങ്കിൽ അവിടെ കിടന്നോളൂ, ഞാൻ തന്നെ ഡ്യൂട്ടീസ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹ്യൂമാനിറ്റി കണ്ട നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസിൽ നിന്ന് ചിലപ്പോൾ അദ്ദേഹം സ്ത്രീവിരുദ്ധത മനസ്സിൽ തോന്നിയിരിക്കാം. പക്ഷേ സ്ത്രീകളുമായിട്ട് ഇടപെട്ടപ്പോൾ അതല്ല സ്ത്രീകൾ, അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അദ്ദേഹത്തിനത് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റേണിറ്റി ലീവിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ അഞ്ജന സമ്മതിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തീർച്ചയായിട്ടും സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം പറയാൻ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 6 മാസത്തെ മറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അതുപോലെ പുരുഷന്മാർക്കും അതുപോലെ എന്ന് പറയുമ്പോൾ വെറുതെ ഇപ്പോൾ എനിക്ക് മറ്റേണിറ്റി ലീവിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആൾക്ക് 6 മാസത്തെ മറ്റേണിറ്റി ലീവ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ലായിരിക്കും ഉദ്ദേശിച്ചത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നിയത് ആ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഭാര്യയ്ക്ക് മറ്റേണിറ്റി ലീവ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഭർത്താവിനും കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ കൊടുക്കേണ്ടേ? അതൊരു ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് അല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. കാരണം ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഭർത്താവ് തീർച്ചയായിട്ടും അവരും കൂടി അടുത്തിരിക്കുമ്പോഴും അവരുടെ ആ ഒരു സാമീപ്യവും അവർക്ക് കുറച്ചും കൂടി ഈസിയാവും ഭർത്താവിനും കൂടി പറ്റേണിറ്റി ലീവ് കൊടുത്താൽ. അതായിരിക്കാം ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തേനെ. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ അഞ്ജന നമ്പ്യാർ നമുക്ക് ആ വിഷയം വിടാം, അതല്ല പറയാൻ വന്നേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അത് നിർത്തിച്ചു, അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ശബ്ദങ്ങൾ എടുത്തു വെച്ചിട്ട് ആ ഒരു വോയിസിൻ്റെ ചെറിയ അംശങ്ങൾ എടുത്തു വെച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ അസംഷൻ നടത്തി വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അതൊക്കെ വളരെ ശുദ്ധ വിവരക്കേടും തെണ്ടിത്തരമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കുറേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നാളെ ബൂമറാങ് പോലെ നമുക്ക് തിരിച്ചടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ കുറച്ച് നാൾക്ക് ജനങ്ങളെ പറ്റിക്കാം, പിന്നീട് ജനങ്ങൾ തന്നെ അതൊക്കെ റിയലൈസ് ആവും അല്ലേ. പിന്നെ നമ്മൾ ഇനി പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷൈത്യയുടെയും ബിന്നിയുടെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബിന്നി കൃത്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കേട്ടാൽ അതിനകത്ത് പലതും നമുക്ക് സത്യമായിട്ട് തോന്നും. ഒരു കൂട്ടം ആൾക്കാർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതുവഴി മറ്റുള്ളവരെ വലിച്ചു കീറാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ സമരത്തിനൊക്കെ ആഹ്വാനം ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. ആ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ ചെന്നിരുന്നിട്ട് വളരെ മോശമായിട്ട് കമൻ്റ് ഇടുക. എൻ്റെ വീഡിയോസിൻ്റെ അടിയിലേ ഉള്ളൂ മാക്സിമം കമൻറ്റ് ഇടാൻ വരാത്തത്. കാരണം എൻ്റെ ഒരു പ്രൊഫൈൽ DP-യുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് എൻ്റെ ഒരു ചാനലിനകത്ത് തന്നെ ഞാൻ ആരാണ് എന്താണ് എന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം എന്നെ ഒരുപാട് തെറി വിളിക്കാൻ ആരും വന്നിട്ടില്ല. പക്ഷേ എന്നെ പല വീഡിയോസും എൻ്റെ വീഡിയോസ് 15Kയും 12Kയും പോയ സമയത്തുമൊക്കെ പിന്നീട് വരുന്ന അനിമോളെക്കുറിച്ച് കുറ്റം പറയുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ വന്നാൽ 500-600 മേളിലേക്ക് പോയിട്ടില്ല. കാരണം അത് റിപ്പോർട്ട് അടിക്കുകയാണ്. അത് ആ ഒരു വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല. പല വീഡിയോസും 1-2 നിങ്ങൾക്ക് ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. പല വീഡിയോസും 1-2 അങ്ങനെ. പിന്നെ അതാണ് കനീഷേട്ടന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതും കയറി പോകണില്ല.
വളരെ പല സമയത്തും ഞാൻ വിചാരിക്കും എന്താണ് ഞാൻ വളരെ ട്രൂത്തായിട്ട് തമ്പനയിലും അതുപോലെ ടൈറ്റിലും ഇടുന്ന ഒരാളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അത് റിപ്പോർട്ട് അടിച്ചിട്ട് ആ ചാനലുകൾ ആ ഒരു വീഡിയോസ് കയറി പോകാതിരിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. 100% എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറയുമ്പോൾ ഇവർ PR അക്രമികൾ, ടീമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, PR ചെയ്യുന്ന അക്രമികൾ വന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് റിപ്പോർട്ട് അടിക്കുക, കമൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ വളരെ കുഞ്ഞ് യൂട്യൂബേഴ്സാണ്. നമുക്കൊന്നും എത്ര പേര് കാണുന്നുണ്ടെങ്കിൽ 80,000 ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, 80K ഒക്കെ. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു മാക്സിമം കുറച്ചും കൂടി ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കയറിപ്പോവും. പക്ഷേ അങ്ങനെ ചെയ്യാതുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെയും ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും അധികം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഫ്ലോയിൽ ഞാനത് മറന്നു പോകാറുണ്ട്. ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മുടെ വോയിസ് കേട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നി നമ്മുടെ കൂടെ കൂടുന്നവർ മതി, അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്കങ്ങനെ കുറേ ഫോളോവേഴ്സ് വേണം എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ കുറേ ഫോളോവേഴ്സൊക്കെയുള്ള എന്താ പറയുക, മുന്തിയ യൂട്യൂബേഴ്സ് എന്ത് വിവരക്കേടും തെണ്ടിത്തരവും പറയുക എന്നുള്ളതാണ്. അപ്പോൾ ബിന്നിയുടെ കാര്യം തന്നെ വരാം. ബിന്നി ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആഹ്വാനം ചെയ്യുന്ന ഈ PR അക്രമികൾ ഗ്രൂപ്പുകളിലിരുന്ന് വീഡിയോസിൻ്റെ താഴെ, ബിന്നിയുടെ ആയാലും മറ്റതിൻ്റെ ആയാലും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അതെല്ലാം ഒഫൻസാണ് അല്ലേ? അത് പിന്നെ ആ ഒഫൻസ് എന്താണെന്ന് ബിന്നിയുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ബിന്നിക്കത് കേസിന് പോകാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം നമ്മളെ ഒരാൾ മോശമാക്കാൻ, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനെതിരെ നമുക്ക് കേസിന് പോവാം. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ശൈത്യയുടെ കാര്യമാണ് പറയുന്നത്. ശൈത്യം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരാളാണ്. നമ്മൾ ഒരു സൈബർ അറ്റാക്ക് നേരിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, മറ്റൊരാളുടെ മനസ്സിലാവത്തില്ല. ഇപ്പം അന്ന് ഹൗസിലിരുന്നു കൊണ്ട് അനിമോള് പറഞ്ഞു, നീ എന്തിനാണ്, നാട്ടുകാരെ കൊണ്ടാണോ നീ ജീവിക്കുന്നത്, നീ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, നാട്ടുകാർ പോകാൻ പറ എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം പ്രശ്നം വന്നപ്പോൾ നാട്ടുകാർ എന്ത് പറയും എന്നുള്ളൊരവസ്ഥയായി. ഇപ്പം അനിമോൾ അനുഭവിക്കുന്നില്ലേ, സൈബർ അറ്റാക്ക് അനുഭവിക്കുന്നില്ലേ? കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. കാരണം അനിമോൾ അവിടെ ചെയ്തത് മുഴുവൻ ഫേക്കാണ്, ഫേക്ക് ഡ്രാമ, കള്ളക്കരച്ചിലും. അതേപോലെ സകലമാന ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള പറയാൻ പാടില്ലാത്ത സകലമാന അപരാധവും എല്ലാ ആൾക്കാരെയും പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടി പൂമാലയിട്ട് പൂജിക്കുമെന്ന് വിചാരിച്ചോ? അങ്ങനെ പൂജിക്കുന്ന ആൾക്കാർ അവരെ പോലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ അവരുടെ ഒന്നും ഈ ഗെയിമോ എന്താണ് ഈ ഗെയിം ഷോ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോ ഇവർ കണ്ടിട്ടില്ല. ഇവർ മുൻകാലങ്ങളിൽ ഇവർ അഭിനയിച്ച സീരിയലുകളോ അല്ലെങ്കിൽ ഇവർ അഭിനയിച്ച കോമഡി സ്റ്റാറുകളോ കണ്ടിട്ട് അവരെ ഇഷ്ടപ്പെട്ടിട്ട് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തായിരിക്കും. പിന്നീട് PR ടീം ഉണ്ടല്ലോ, വോട്ട് മറിച്ച് വിറ്റല്ലേ, വോട്ട് മറിക്കുവാണ്. ഇത് വിൽക്കുന്ന പോലെയാണ്. വോട്ട് വാങ്ങുക, കാശ് കൊടുത്ത് വോട്ട് വാങ്ങിയിട്ടാണ് ഇവർക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഈ വോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ 38 ലക്ഷം വോട്ടാണ്. ഈ 38 ലക്ഷം വോട്ടിൽ ഫൈനാലെ വീക്കിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പോയിട്ട് ടോപ്പ് 5 നമുക്ക് കൂട്ടാം. ഈ ടോപ്പ് 5 38 ലക്ഷം വോട്ടിൽ 16,20,000 വോട്ടാണ് നമ്മുടെ അനീഷ് ഏട്ടന് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള 16,20,000 വോട്ട് അനിമോൾക്കും കിട്ടിയെന്നാണ് അവർ പറയുന്നത്. 42.7 വീതം 2 പേർക്ക് തന്നെ. ബാക്കിയുള്ള വോട്ടുണ്ടല്ലോ, ബാക്കി പെർസെൻറ്റേജ് ഒരു 15% വോട്ട് മാത്രമാണ് ഷാനവാസ് ഇക്കയ്ക്കും നെവിനും അതുപോലെ അക്ബർ ഖാനും കിട്ടിയിരിക്കുന്നത്. അപ്പം പിന്നെ ഈ 53.7 എന്നുള്ളൊരു കണക്ക് എനിക്ക് എവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ അവർക്കെല്ലാം 0 ആണോ കിട്ടിയത്? ഈ ഷാനവാസിനും അക്ബറിനും നെവിനും അതുപോലെ 0 വോട്ടാണ്. അവർക്ക് വോട്ടേ കിട്ടിയില്ലേ? അത് ടോപ്പ് 5 വന്നിരിക്കുന്ന ബാക്കിയുള്ള 3 കണ്ടസ്റ്റൻ്റെ കാര്യമാണ് പറഞ്ഞത്. 42 പോയിൻറ്റ് വോട്ട് അവർക്ക് 42 പോയിൻറ്റ്. അതുകൂടി അതേപോലെ നിർത്തിക്കൊണ്ടാണ് നമ്മളെ കാണിച്ചത്. അല്ലാണ്ട് നമ്മളെ 53.7 ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആ സ്റ്റോപ്പ് കട്ട് ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റ് ലൈൻ കട്ടിൽ ഒരു ഷോർട്ട് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ അല്ല, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്റ്റോപ്പ് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെ മനുഷ്യന്മാർ, ഏഷ്യാനെറ്റ് പോലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവർ ചെയ്ത് അൺഫെയർ ആണെന്ന് അവർക്ക് മനസ്സിലായി. ജനങ്ങൾ അതിനെ എതിർത്തപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ലാലേട്ടൻ സ്റ്റോപ്പ് എന്ന് പറയുന്നതിനില്ല. പക്ഷേ എൻ്റെ വീഡിയോയിലുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ അതുപോലെ എടുത്തിട്ടുണ്ട്. 2,62,200 പേര് 2,65,000 പേര് കണ്ട ആ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കാണാം. അഡ്വക്കേറ്റ് അനഖ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. 2,65,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞു.
ഞാൻ ആ വീഡിയോ അതിൻ്റെ ഷോട്ട് ഞങ്ങളിവിടെ സംസാരിക്കുന്നതും ഷോട്ട് അതുപോലെ തന്നെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 42.7% വോട്ടാണ് അനിമോൾക്കും അനീഷിനും അവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഷാനവാസ് ഇക്കായ്ക്കും അതുപോലെ തന്നെ അക്ബർ ഖാനും അതുപോലെ തന്നെ നെവിനുമുള്ള വോട്ടാണ്. 16 ലക്ഷം ശിഷ്ടം വോട്ടാണ് അനീഷേട്ടന് കിട്ടിയത്. 38 ലക്ഷമാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഇപ്പം ഷൈത്തി ആയാലും ബിന്നി ആയാലും വന്ന് പറയുന്നത് അവരുടെ സങ്കടമാണ്. PR വഴി വോട്ട് കച്ചവടം നടത്തി വാങ്ങിയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂവിട്ട് പൂജിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മാരാർ ഉൾപ്പെടെയുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അഖിൽ മാരാർ വലിയ ആളാണെങ്കിൽ അഖിൽ മാരാരുടെ കയ്യിലിരുന്നാൽ മതി. നാട്ടിൽ കണ്ട പെൺപിള്ളേരെയൊക്കെ മോശമായിട്ട് പറയുന്നത് മാരാർക്ക് തന്നെ മോശമാണ്. കാരണം പിള്ളേർ രണ്ടുപേരും വളർന്നു വരുന്നില്ല, അതൊക്കെ വളരെ മോശമാണ്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. അവരെ ജയിച്ചത് എന്തുകൊണ്ടാണ്, അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല, ഒരു മനുഷ്യരും പറയേണ്ട കാര്യമില്ല. പറയുമ്പോഴാണ് വീണ്ടും വീണ്ടും തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് പിന്നെ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജിൻഡോ ആയാലും അഖിൽമാരായാലും അനിമോളായാലും വോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ഇത് 100% പ്രേക്ഷകർക്കും ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ ഇവർക്കൊക്കെ കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇട്ടുകൊണ്ടേ